എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് അന്തിയൂർക്കോണത്ത് നമുക്ക് ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു നില വീട് നമുക്ക് സെയിൽ വന്നിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് ഹോമാണ്. നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നമുക്കൊരു 400 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കൊരു ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന 3.25 സെൻറ്റിൽ 850 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് പടിഞ്ഞാറ് ദർശനത്തിനാണ് വീട് വരുന്നത്. വാസ്തു ബേസ്ഡ് ആയിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 36 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ വില്ലക്കത്തെ റോഡ് വരുന്നത് 5 മീറ്ററാണ് റോഡ് വരുന്നത്. നമുക്ക് റോഡ് ഫുള്ള് നമുക്ക് ടാറിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് വന്നിട്ട്. ഫ്രണ്ടേജൊക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ ഇൻ്റർലോക്കൊക്കെ വന്നിട്ട് നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. മുറ്റത്ത് നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ബൈക്കും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. വീട് ചെയ്ത് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വുഡൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ഫ്രണ്ട് ഫുള്ളും പ്ലാവാണ്, ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്. നമുക്ക് അതിവിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4x2 ടേൽ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ അപ്പോസ് വർക്കും വരുന്നുണ്ട്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ വീട് വാങ്ങാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വന്ന് കാണുമ്പോൾ ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ക്വാളിറ്റി എല്ലാം തന്നെ വിലയിരുത്താനുള്ളൂ. നമുക്ക് ഈ വില്ലയ്ക്കകത്ത് നമുക്ക് 3 വീട് നമുക്ക് സെയിലുണ്ട്. നമുക്കൊരു 39 ലക്ഷത്തിൻ്റെ 4 സെൻറ്റിൻ്റെ വീടുണ്ട്, 36 ലക്ഷത്തിൻ്റെ വേറൊരു വീട് നമുക്ക് സെയിലുണ്ട്. ഈ വീടിന് ചോദിക്കുന്നത് നമുക്ക് 36 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഡോർ വന്നിട്ട്. നമുക്ക് അത്യാവശ്യം കൊത്തുവർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്ലാവാണ് ഡോർ വരുന്നത്, നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വന്നിട്ട്. നമുക്ക് അതിവിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് വരുന്നത്. നമുക്ക് ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് സെക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ ലിവിങ് ഏരിയയുടെ സ്പേസ് വന്നിട്ട് 20x10 നമ്മുടെ ലിവിങ് ഏരിയയുടെ സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് 4x2 ടേലാണ് വരുന്നത്. ഇത് നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട്. നമുക്ക് ഇത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. ഇതിൽ നമ്മുടെ കബോർഡ് വർക്കിൽ നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. നമ്മുടെ കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വയറിങ്ങിന് വയർ ഉപയോഗിക്കുന്ന V-ഗാർഡാണ്. നമ്മുടെ സ്വിച്ച് വന്നിട്ട് ആൻജറിൻ്റെ സ്വിച്ചാണ് വരുന്നത്. നമുക്കിവിടെ 4 സീലിംഗ് ചെയ്തിട്ടില്ല. നമുക്കിവിടെ സ്പോട്ട് ലൈറ്റാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ അകത്തെ കളറൊക്കെ വന്നിട്ട് നമുക്ക് ലൈറ്റ് ഗ്രീൻ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വാഷ് ബേസ് വന്നിട്ട്. നമ്മുടെ നോർമലായിട്ടുള്ള വാഷ് ബേസാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്ലവറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനും ഫോട്ടോ ഒക്കെ വയ്ക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ തന്നെ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ കാണുന്ന ബെഡ്റൂം വന്നിട്ട് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 10x10 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക്, നമുക്ക് 2 പാളിയുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൽ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്, വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് മിറർ വയ്ക്കാനുണ്ട് കബോർഡിനോട് ചേർന്ന് വരുന്നത്. ഇത് നമ്മുടെ 2 പാളിയുടെ കബോർഡാണ് വരുന്നത്. നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. നമുക്ക് ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ജോൺസണാണ് ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്നത് 36 ലക്ഷം രൂപയാണ്. നമ്മുടെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു വീടാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 10x10 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. നമ്മുടെ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇവിടെ നമുക്ക് കബോർഡ് വർക്കും ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്ന നമുക്ക് ഡബിൾ ഡോറിൻ്റെ അലമാരയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ ഈ ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റും വരുന്നുണ്ട്. ജോൺസന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ്. നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. വാഷ്റൂമൊക്കെ നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. അടുത്ത് വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 10x10 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. ഈ ബെഡ്റൂമിൽ നമ്മൾ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നത് ജോൺസൺ ആണ്. നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഫ്ലോർ ടൈൽ വന്നിട്ട് നമുക്ക് നല്ല ഗ്രിപ്പുള്ള ഫ്ലോർ ടൈലാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ള 3 വാഷ്റൂമിലും. അടുത്ത് വരുന്നത് നമുക്ക് കിച്ചണാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ട്. നമുക്ക് അത്യാവശ്യം വലിയൊരു കിച്ചണാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ ഫ്ലോർ ടൈലൊക്കെ വന്നിട്ട് നമ്മുടെ വുഡിൻ്റെ ഡിസൈൻ വന്ന ഫ്ലോർ ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചണിൻ്റെ ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്നത് നമ്മൾ വുഡിൻ്റെ ഡിസൈൻ വരുന്ന ബോർഡാണ് കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്നത്. അത് നല്ല പ്രീമിയം ബോർഡാണ്. സ്ലാബിൻ്റെ അടിയിൽ വരുന്ന നമുക്ക് മൾട്ടി വുഡാണ് നമ്മുടെ കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്നത്. നമുക്ക് ലൈഫ് ലോങ് ഗ്യാരണ്ടിയാണ് ബോർഡ്. ഇത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് ബാക്ക് സൈഡാണ്. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. ബാക്ക് സൈഡിൽ നമുക്ക് നനയിൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കിണറും ബാക്ക് സൈഡിലാണ് വരുന്നത്. കിണറ്റിൽ ഇപ്പോൾ തന്നെ പാതി കൂടുതൽ വെള്ളം വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കിണറിന് പകരമായിട്ട് നമുക്ക് ലൈൻ കണക്ഷനും വരുന്നുണ്ട്.
ഇതൊക്കെയാണ് ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഈ വീട് നിൽക്കുന്ന 3.25 സെന്റിലാണ് വീട് നിൽക്കുന്നത്. 850 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് വീട് ചുറ്റുള്ളത്. നമുക്ക് പടിഞ്ഞാറ് ദർശനമാണ് വീട് വരുന്നത്. നമ്മുടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷൻ വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് 2 കാർ വരെയുള്ള കാർ പോർച്ചും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 36 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് അന്തിയൂർക്കോണം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 400 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് തമ്പാനൂർ പോകാൻ 15 കിലോമീറ്ററും ഇവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 19 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് പോകാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഈ വീട് നിൽക്കുന്ന നമുക്ക് ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഈ വീട് കാണാൻ വരുന്നവർക്ക് തന്നെ ഈ വില്ലയ്ക്കകത്ത് തന്നെ നമുക്ക് ഈ ബഡ്ജറ്റ് വരുന്നത് 36 ലക്ഷത്തിൻ്റെ 39 ലക്ഷത്തിൻ്റെ വേറെയും 2 വീട് നമുക്ക് വേറെ സെയിലിനുണ്ട്. അപ്പോൾ ഈ വീട് കാണാൻ വരുന്നവർക്ക് ആ വീട് കൂടെ നമുക്കൊന്ന് കാണാനേ ഉള്ളൂ. ഈ വീട്ടിൽ നിന്ന് ഏകദേശം നമുക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് കോളേജും വരുന്നുണ്ട്, അതുപോലെ തന്നെ മാർജിൻ ഫ്രീ മാർക്കറ്റ് എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീടിനെ പറ്റിയ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയും ഈ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഒന്ന് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ വീട് വാങ്ങാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അടുത്ത എന്തായാലും നമുക്ക് ഒരു ലോ ബഡ്ജറ്റ് വീടുമായിട്ടാണ്. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.